ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ അല്ലെങ്കിൽ വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ? ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. നാളെ ഇതിപ്പം ഞാൻ വ്യാഴാഴ്ചയല്ലേ പറയുന്നത്, നാളെ ഗുഡ് ഫ്രൈഡേയാ. എല്ലാവരും തിരക്കിലൊക്കെയല്ലേ. അത് കഴിഞ്ഞ് ഈസ്റ്റർ. എല്ലാവരും ആയിരിക്കും സ്ഥാനത്തൊക്കെ സന്തോഷത്തോട് ഇരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോളിയുടെ അന്നുള്ള വീഡിയോയാണ്. ഒരു മിനിറ്റ്, മൂക്ക് യൂറിയ വരുന്നു. അന്ന് ഇവിടെ വീട്ടിലൊക്കെ നല്ല സേവനവാരവും എല്ലാവരും ഉണ്ടായിരുന്നല്ല. അതുകൊണ്ട് പിന്നെ വൈകുന്നേരമാണ് പോൾമോൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, പോൾമോനും റീച്ചാറോടെ പറഞ്ഞ് ഇന്ന് നിനക്ക് റെസ്റ്റ് തരാം, വൈകിട്ട് പോൾമോൻ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട വേണ്ട, കാരണമേ ഇവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡബിൾ ജോലിയാണ്. ആ ഗ്യാസിൻ്റെ പുറമൊത്ത ഓയിലായിരിക്കും, അവിടെ എല്ലാ അടുക്കള ഇതായിരിക്കും. കുഞ്ഞ് അടുക്കളയൊക്കെ ആണെങ്കിലും ഇവർ കയറിയാൽ പിന്നെ ഇല്ല കരിമ്പും കാട്ടി കയറിയതുപോലെ. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു ഇല്ല മമ്മി, മമ്മിക്കൊരു വീഡിയോ ആവും, മമ്മി കിടന്നോ, ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് മമ്മിയെ വിളിക്കാമെന്നൊക്കെ. ഇവനിങ്ങനെ റിക്വസ്റ്റ് ചെയ്താണ്. എന്നാലും ഞാൻ ചോദിച്ചാൽ എന്നാൽ ഒരു വീഡിയോയും ആകുമല്ലോ, ചെയ്യട്ടെന്ന്. അവൻ വീഡിയോ എടുത്തില്ല, ഒന്നും എടുത്തില്ല. അവൻ ആകെ ഫ്ലോപ്പാക്കി. ഞാനിവിടെ ചേരം വന്ന് കിടന്നു. ഇവർ ചെയ്യുന്ന എന്തോന്ന് വെച്ചാൽ ചെയ്യട്ടെന്നും പറഞ്ഞു. പിന്നെ അടുക്കളയൊക്കെ കുറച്ചൊക്കെ അവനെ കഴിയുന്നത് അവർ ക്ലീൻ ആക്കി. അതുപോലെ ഞാൻ മിക്ക ആൾക്കാരെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയത്തില്ലേ. അപ്പം എൻ്റെ നല്ലൊരു എല്ലാവരും നല്ല സബ്സ്ക്രൈബറാ. അപ്പോൾ പണ്ട് തൊട്ടേ കമൻ്റ് ഇടുന്നയാ. പുഷ്പലത ഷാജി അങ്ങനെ. അപ്പം എൻ്റെ അടുത്ത് എന്നെപ്പറ്റി ഇതുവരെയും എപ്പോഴും കമൻ്റ് ഇടുന്നത് ഹായ് സുന്ദരിക്കുട്ടി എന്നും പറഞ്ഞാൽ കമൻ്റ് ഇടുന്നത്. എന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. എന്തോ പറയാനാ എൻ്റെ ചക്കരകളെ. നിങ്ങളുടെയൊക്കെ ഈ കമൻസും ഇതൊക്കെ വായിച്ച് ഞാനങ്ങ് സംതൃപ്തിയാവുക. അപ്പോൾ എനിക്ക് ഇന്നലെ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു മോള് എനിക്ക് പബ്ലിക്കായിട്ട് കമൻ്റ് ഇടും, അതിലങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വാട്സാപ്പ് ഇട്ട് ഇന്നലത്തെ ചേച്ചിയുടെ ഇൻട്രോയിൽ ഉണ്ണിയാർച്ച മുടി ഇങ്ങനെ കണ്ടിത്തിരി സൈഡിൽ വന്നിരുന്നില്ലേ, ഉണ്ണിയാർച്ചയുടെ കൂട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം ഞാൻ ആടെ പേര് പറയുന്നത് ശരിയാണോ അറിയത്തില്ല. ഇങ്ങനെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട്, പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുമല്ലോ, കാണുമ്പം പറയുവാണെങ്കിൽ ഞാൻ പറയാം പേര്. ചേച്ചി ഞാനും 10-12 വർഷം കൊണ്ട്, 10-12 വർഷം കൊണ്ട് കൊച്ചിലേ ഇങ്ങനെ വെളിയിലൊക്കെ പോയി പഠിച്ച് ശീലമാണ്. അപ്പം ഒറ്റപ്പെട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം ആശ്രയം ഇങ്ങനെ ഈ യൂട്യൂബ് ഇങ്ങനെയുള്ള വീഡിയോകളായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയുടെ ഒരു വീഡിയോകളൊക്കെ പലരുടെയും കാണും, കമൻസ് ഒന്നും ഇട്ടിട്ടില്ല. ചേച്ചിയുടെ വീഡിയോയ്ക്ക് ഞാൻ കമൻസ് ഇടുന്നുണ്ട്. ഇപ്പോഴാണ് കേട്ടോ, ഇപ്പം പുതിയതായിട്ട് കമൻ്റ് ഇടുക. കുറച്ച് നാളായി. എന്തോ ഒരു പ്രത്യേകത ചേച്ചിയുടെ സംസാരത്തിൽ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കമൻസൊക്കെ ഇടുന്നുണ്ട് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പം ഞാൻ എന്താ എൻ്റെ ഒരു വാക്ക്, എൻ്റെ സംസാരം കൊണ്ട് കുറേ പേർക്കൊക്കെ നല്ലതെന്ന് കേൾക്കുമ്പം എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അതുപോലെ അഖിൽ പറയുമായിരുന്നു, ചേച്ചിയുടെ സംസാരവും ഇതും ഞങ്ങൾക്കൊക്കെ പലപ്പോഴും ഒത്തിരി ആശ്വാസമൊക്കെ തരുന്ന ചേച്ചി, ഒരിക്കലും വീഡിയോ നിർത്തരുതേ എന്നൊക്കെ. ഇതിനൊക്കെ ഞാൻ എന്താണ് ദൈവത്തിന് നന്ദി പറയേണ്ടത്? എല്ലാം ഞാൻ ഈ മുന്നോട്ട് കൊണ്ടുവന്ന എൻ്റെ ഈ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, 1ാം സ്ഥാനം ഞാൻ എൻ്റെ ദൈവത്തിന്, 2ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാൽ നമുക്ക് അങ്ങനെ ചിലരുടെ ചിന്ത നമുക്ക് നല്ല വരുമാനം ഇതിൽ നിന്നുണ്ടെന്നാണ്. വരുമാനമൊന്നും ആദ്യമൊക്കെ നല്ലതുണ്ട്, കാരണം ആദ്യമൊന്നും ഇത്രയും യൂട്യൂബ് ചാനലില്ല. ഇപ്പോഴല്ല ഇത്രയും ചാനലുകൾ വന്നേ. അപ്പോൾ അതനുസരിച്ച് നമുക്കതിൽ ഇൻകത്തിലും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇനി ആരെങ്കിലും പറയാനുണ്ടോ എനിക്ക്? അയ്യോ, ഒരു കമൻറ്റ്. ഗീതേച്ചി ഇന്നത്തെ വീഡിയോയിൽ പറയുക, അവരുടെ വീട്ടിലും പണ്ട് ഇഷ്ടംപോലെ ഇരുമ്പുളി ഉണ്ടായിരുന്നു, 2 മരം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാട്ടാമ്പുഴ വരുന്നത് കൊണ്ട് വെട്ടിക്കളഞ്ഞു. ഇപ്പം ഇല്ല. ഇപ്പം ലുല്ലു ആവശ്യമുണ്ടെങ്കിൽ ലുല്ലു മോളിൽ പോകണം, ചില സമയത്ത് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ളത് കൊണ്ട്
നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്ന്. ചേച്ചിടാ ഞാനും അങ്ങോട്ട് വരുവാ, നമുക്ക് രണ്ടിനും കൂടെ ഇരുമ്പുളിയും പറക്കി ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്ന്. വായോ വാ 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 വാ. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി എന്തോരം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം രാത്രി ഈ കമൻസ് ഇടുമ്പോഴായിരിക്കും ഓർക്കുന്നത്, അയ്യോ ഇന്ന ആളെ പറ്റി പറഞ്ഞില്ലല്ലോ എന്ന്. എല്ലാവരും സുഖത്തോടൊക്കെ ഇരിക്കുന്നതിന് സന്തോഷമുണ്ട്. നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഞാൻ നെറ്റ് ഓഫാക്കാതെ ഞാൻ വീഡിയോ ഇന്ന് എടുത്തത്. ഇടയ്ക്ക് നിങ്ങൾക്ക് കിണികിണി കേൾക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുഞ്ഞൊരു വീഡിയോ ഇന്നത്തേം കേട്ടോ. പിന്നെ എനിക്ക് മീനിൻ്റെ അച്ചാറിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. മീൻ കിട്ടുന്നില്ല. മീൻകാരനെ വിളിച്ചോണ്ടേ പറയുന്നത് ഇപ്പം അത് കിട്ടുന്നില്ല. എന്നോട് എൻ്റെ ഒരു ഞങ്ങളുടെ നാട്ടിലുള്ളൊരു നാട്ടിൽ ഞങ്ങൾ അടുത്ത ഒരു ഫാമിലിക്കാരാണ്. അപ്പോൾ അവിടുത്തെ ആ ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് ചർച്ചിലൊക്കെ ഇരുന്ന ആ അച്ഛൻ്റെ മോൻ ഇവിടെ വസായിലുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു ആ സൈഡിൽ നൈകാവിലൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട് വിജി, പക്ഷേ രാത്രിയില്ല. ഇവിടുന്ന് അവിടെ വരെയൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരം. 9 മണിക്കാണ് മാർക്കറ്റ് തുടങ്ങുന്നത്. അവിടെ നല്ല മോത ഓലയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോ കഷ്ടം, നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ ഒന്നും മീനില്ല. നാട്ടിലാണെങ്കിലും പിന്നെയും ഇങ്ങനെ ഓർഡറങ്ങണം ബെൻസിക്ക് കിട്ടുവാണെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ പോയാൽ കിട്ടും. പലയിടത്തും ഒന്നൊരിടം അല്ലെങ്കിൽ വേറൊരിടം ഉണ്ട്. ഇവിടെ എന്ന് പറയുന്ന ഈ മീൻകാരും നമുക്ക് അവർക്ക് ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലൊരു മീൻകാരനോട് പറഞ്ഞു വെക്കുവാണെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ നമുക്ക് പറയും മീൻ വരുവാണെങ്കിൽ. ഇവിടെ പറഞ്ഞാലും ചിലർ വിളിച്ച് പറയും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് വിളിച്ചോണ്ട് പറയാ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇവരോട് നമ്മൾ പറഞ്ഞ മീൻ വരുമ്പം നമ്മുടെ അടുത്തൊന്ന് പറയണേ വലിയ മീൻ വരുവാണെങ്കിലൊന്നും. അവർക്കൊക്കെ എന്തുവാ ഇവിടെയുള്ള ഞാൻ നോക്കിയിട്ട് നമ്മുടെ മലയാളികൾക്ക് ഇത്തിരിയേലും ഒരു മനസാക്ഷിയുണ്ട്. ഇവിടെയൊക്കെ ഉള്ള നിങ്ങൾക്ക് ഒരു മനസാക്ഷി ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. അന്നേരം നമ്മൾ 5 പൈസ കൊടുത്താലോ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ബഹുമാനമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലേ ഞാൻ ഇവിടെ വരുന്ന അനുണ്ടല്ലേ, അതാ നമ്മളൊക്കെ നമ്മുടെ ഭർത്താക്കന്മാർ പറയുന്നതിനപ്പുറം നമുക്കൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് ഈ പെണ്ണുങ്ങൾക്ക് ധൈര്യം കൂടുതൽ. അവളുടെ ഭർത്താവിന് ഞാൻ വലിയ 2ാമത് കിട്ടിയതാണ്. അവനൊരിടത്ത് കോൺട്രാക്റ്റായിട്ട് ഇങ്ങനെ ഇത് തന്നെ ഈ പിന്നെ കച്ചട അവരുടെയൊക്കെ ഈ ഹരിയാനക്കാരുടെ ജോലി ഈ കച്ചട എടുപ്പ് അങ്ങനെയുള്ള ജോലിയാണ്. അവനവിടെ അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ ജോലിയായിരുന്നു. അപ്പോൾ ആ കോൺട്രാക്ട് തീർന്നുണ്ടേ നമ്മൾ ഇവളെ സഹായിക്കാനായിട്ട് ഇവളാദ്യം ഈ പിന്നെ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീട്ടുജോലികൾ കുറച്ച് പേരുടെ എൻ്റേത് മാത്രം ചെയ്യുമായിരുന്നു. ബാക്കിയുള്ളവരുടെ എല്ലാം അവൾ വിട്ടു. കാരണം അവൾക്ക് അതും ഈ ബിൽഡിങ്ങിലെ ജോലിയും കൂടെ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അവൾ പിന്നെ ഇവനൂടെ വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് അവൾ വീണ്ടും 3-4 വീടുകളൊക്കെ പിടിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പോട്ടുള്ള സംഭവം ഞാൻ എനിക്കിവിടെ ഈ അടുക്കളയിൽ നിന്നാൽ എല്ലാം കാണാൻ 8-ാം നമ്പർ അവൻ തൂക്കുന്നതും അവർ ചിലപ്പോൾ ചായ കുടിക്കാൻ പോകുന്നതും എല്ലാം. അപ്പോൾ അവൾ 1:30 ആകുമ്പോഴായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. നേരത്തെ 2 മണി കഴിഞ്ഞാൽ പിന്നെ 1:30 ആയി. ഇവൻ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അവൾക്ക് എളുപ്പം വരായിരുന്നു. അപ്പം അന്നത്തെ ദിവസം അവളെ വിളിച്ചിട്ടൊന്നും അവൾ എനിക്ക് ഈ കള്ളത്തരം പറയുന്നത് പോലൊരു ദേഷ്യം. ഉള്ളതുപോലെ പറഞ്ഞാൽ നമുക്കൊരു ഇതില്ല. അതുപോലെ എനിക്കൊരു വ്യക്തിയെ കാണുമ്പോഴും അവരോട് കുറച്ച് നേരം നമ്മൾ സംസാരിക്കുമ്പോൾ അവരെങ്ങനെയുള്ളയാ അവരുടെ സ്വഭാവവും അവൾ ചിലപ്പം ഓരോന്നൊക്കെ പറയുന്നതാണ് ഞാനത് കയ്യോടെ ഞാൻ പോക്കും. എനിക്കെന്തോ അങ്ങനെ എനിക്ക് ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു 2 മിനിറ്റ് വരുന്നു 2 മിനിറ്റ് ആൻറ്റി എന്ന് പറഞ്ഞ് അവളിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അനു നീ വരത്തിൽ 1:30 ആകുമ്പോൾ നിനക്ക് അതനുസരിച്ച് ഞാനിവിടെ എൻ്റെ ജോലികൾ പെൻഡിങ് വെക്കും. നീ കറക്റ്റ് ഒരു സമയം പറഞ്ഞാൽ ഇത്ര മണിക്ക് ഈ 2 മിനിറ്റ് പറഞ്ഞപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലി ഞാൻ അത് ബാക്കി വെച്ചിട്ടാണ് നിന്നോട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ് ആൻറ്റി എനിക്ക് ഇന്നതുപോലെ ബിൽഡിങ്ങിൽ ജോലി ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡ് ഇത് വന്നില്ലയോ? അന്നേരം അന്ന് ഞാൻ ഇവനെ കണ്ടതുമില്ല. ഞാൻ പറഞ്ഞില്ല 2 ദിവസം കൊണ്ട് അവർ ഇടംകേടില്ല, അവന് വേറെ എവിടെയെങ്കിലും സ്വന്തമായിട്ട് ജോലി വേണം, അതുകൊണ്ട് ഇവിടെ വരുന്നില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ആർക്കറിയാം എന്തോന്ന് ഇവള് പറഞ്ഞു. എനിക്ക് അന്നേരം മനസ്സിലായി. അപ്പോൾ ഇവൻ അന്ന് ജോലി ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു എടി നിൻ്റെ പൈസയൊക്കെ തരുമോ? അപ്പോൾ അവൾ പറഞ്ഞു ആൻറ്റി എൻ്റെ കയ്യിലാണ് പൈസ തരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവള് അവൻ്റെ വീട്ടിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് അവൾ അവനെ വിളിച്ചുകൊണ്ട് വാടക വീട്ടിൽ വേറെ പോയി. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ അപ്പനും അമ്മയ്ക്കൊക്കെ പൈസ കൊടുക്കുന്നതിനൊക്കെ ഇവർക്ക് കണക്കുണ്ടെന്ന്.
അപ്പം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി, അനു നമ്മളും പ്രായമാവും, നമ്മളല്ല നമ്മളെ ഇത്രയും വളർത്തുന്ന അപ്പനും അമ്മയ്ക്കും മക്കളല്ലാതെ പിന്നെ ആരാ കൊടുക്കുക, നീ കൊടുക്കണ്ട, അവൻ കൊടുക്കട്ടെ അവൻ്റെ അപ്പനും അമ്മയ്ക്കും, മൊത്തവും കൊടുക്കണമെന്നല്ല, അവരുടെ ചിലവിനുള്ള എന്തെങ്കിലും അവൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇവളിങ്ങനെ പറഞ്ഞോണ്ടേ ഞാനത് ഒന്നും പറഞ്ഞില്ല അന്ന്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു, ഇന്ന് വന്നല്ലേ, എവിടെ ജോലി കിട്ടുമോടി എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. ഇല്ല ആൻറ്റി, അതുകൊണ്ട് താണ്ട ഇന്ന് വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ചോദിച്ചു, അനു ഈ പേയ്മെൻറ്റ് കിട്ടുമ്പം അവനാന്ന് അവിടെ കച്ചവടം എടുക്കുന്ന എല്ലാം അവനാ, പൈസ കിട്ടുമ്പോൾ നീ അവന് പൈസ വല്ലതും കൊടുക്കുമെന്ന് ചോദിച്ചു. അന്നേരം അവൾ പറയാം ഇല്ല ആൻറ്റിന്ന്. ഞാൻ നേരം പറഞ്ഞു, നീ കൊള്ളാലോടി, അവൻ അത്രയും ജോലി ചെയ്തിട്ട് നീ അവൻ എന്തെങ്കിലും ഇച്ചിരി പൈസ കൊടുക്കണ്ടേ, നീ അത് മൊത്തം കഴിക്കാനും കുടിക്കാനും കിടക്കാനും ഒക്കെ സൗകര്യമില്ല. ഞാൻ പറയടി അതാണോടി ഒരു മര്യാദ. അപ്പം അവളങ്ങ് ചിരിച്ച്. ഞാൻ പറഞ്ഞടി എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, പിന്നെ അവൻ സ്വന്തം ജോലി നോക്കി പോകത്തില്ല, അവൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതിൻ്റെ ഒരു ഇച്ചിരി അംശമെങ്കിലും അവന് കൊടുക്കണ്ടേ. എല്ലാം ഇവളിങ്ങി പിടിച്ച് വാങ്ങിക്കും അവൻ്റെ ചെയ്യുന്ന. പിന്നെ അവൻ പിന്നെ ഇവിടെ ചെയ്തിട്ട് എന്തോ പറയാനോ, അതുകൊണ്ട് അവൻ തന്നെ പോയി. ഞാൻ പറഞ്ഞ് നിനക്ക് നിങ്ങൾ രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നിനക്ക് വീട്ടു ജോലിക്കും പോകാം, അവൻ ഈ സൊസൈറ്റിയുടെയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രില്ലൊക്കെ തുടച്ച് മാസം അവൾക്ക് 22,000-23,000 എങ്ങാണ്ട് രൂപ സാലറി ഉണ്ട്. അത് കൂടാതെ ലിഫ്റ്റ് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ 4,000 രൂപ എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ എക്സ്ട്രാ ചെയ്യുന്നതിന് എങ്ങനെയാണെങ്കിൽ ഒരു 10,000-30,000 രൂപ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടും. അതുകൂടാതെ ഇവക്ക് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ 15 മിനിറ്റ് തൂത്ത് തുടയ്ക്കുന്നതിനാണ് മാസം 800 രൂപ. അതുപോലെ അവൾ ചില വീടുകളിൽ ചിലപ്പം പൊടി തുടപ്പവും അങ്ങനെ പലതും കാണും. എന്നിട്ട് അവൾക്ക് കൂടാതെ ഞായറാഴ്ച ദിവസം ഒരു 3 റൂമൊക്കെ ഉള്ള ഒരു വീട്ടിൽ ഡസ്റ്റ് ക്ലീൻ ചെയ്യാനും ബാത്റൂമൊക്കെ കഴുകാൻ അവിടുന്ന് അവൾക്ക് 4,000 ചില്ലുവാൻ രൂപ മാസം കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം, അന്നേരം മാസത്തിൽ 4 ദിവസത്തേക്കിന് അവൾക്ക് അത്രയും കിട്ടുന്നുണ്ട്. ഇവളിങ്ങനെ അശുഭമായിരുന്നാലും നല്ല അവരെന്തോ ഒരു 10,000 രൂപ കൊടുത്തായിരുന്നെങ്കിൽ അവൾക്ക് എന്താ. പിന്നെ അപ്പം ഇന്ന് ഞാൻ നോക്കിയുണ്ടേ രണ്ടും കൂടി ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ കയ്യിൽ എന്തോ ഒരു പ്ലാസ്റ്റർ പോലെ ഇട്ടേക്കുന്നു. ഞാൻ ചോദിച്ചു സ്റ്റോറേജ് ഫുള്ളായെന്നും പറഞ്ഞു തന്നു. അപ്പം ഇവരൊക്കെ ഉണ്ടല്ലോ ഈ ഹരിയാനക്കാർ പെണ്ണുങ്ങളും കുടിക്കുമെന്നേ. രാത്രി ആകുമ്പോൾ ഞങ്ങൾ ഈ മീൻ വാങ്ങിക്കാൻ പോകത്തില്ലേ, ഈ മീൻകാരി പെണ്ണുങ്ങൾ ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോയാൽ ഇങ്ങനെ കിറിങ്ങിയായിരിക്കുന്നത്. പെണ്ണുങ്ങളും കുടിക്കുള്ള ചിലതൊക്കെ. അപ്പോൾ ഹോളിയുടെ അന്ന് എനിക്കറിയാം ഇവൾ എൻ്റെ നിന്ന് അവധി വാങ്ങിച്ചോണ്ടാ പോയത്, എനിക്കറിയാം അവിടെ കുടിച്ച് ഇതായിട്ട് കിടപ്പമൊന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചെടി എന്തോ അടി കയ്യെ എന്തോ പറ്റിയെന്ന് പറഞ്ഞ ആൻറ്റി ദേഷ്യം വന്ന് കൈ ഭിത്തിയിലിടിച്ചാൽ. ഞാൻ ചോദിച്ചു ഹോളിയുടെ അന്നായിരുന്നോ എന്ന്. കുടിച്ചിട്ട് കാണിച്ച വേലയാ. ഞാൻ ചോദിച്ചു എത്ര രൂപ പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. 12,000 രൂപ ചിലവായി ആൻറ്റി പ്ലാസ്റ്ററൊക്കെ ഇട്ട്. ഞാൻ ചോദിച്ചു നീ ഒന്നും മിണ്ടിയില്ലേ, ശരിക്കും ഞാൻ കൊടുത്ത ആൻറ്റീന്ന്. ഇവർക്കൊക്കെ ഭയങ്കര ധൈര്യമെന്നുള്ളത്. നമ്മളാണുങ്ങളുടെ നേരെ നമ്മൾ നിൽക്കുമോ? അവള് ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നതിന് ഭയങ്കര സാധനമെന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ വല്ലതും കൊടുക്കാം ആൻറ്റി എന്ന് പറഞ്ഞു. ആർക്കറിയാം എന്തോന്ന്. എന്നിട്ട് ഞാൻ ഒരു ദിവസം പറഞ്ഞ് പ്രൈസമോനെ ഒരു കൊച്ചനെ അടിച്ചെന്ന് പറഞ്ഞില്ലേ സ്കൂളിൽ. അപ്പം ഞാൻ ഇവിടെ വന്നോണ്ടേ ഇവള് കണ്ടോ ആൻറ്റി ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആരെയും അടിച്ചാൽ നീ തിരിച്ചടിച്ചോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് വായ ജോസഫും പറഞ്ഞു ചേച്ചി എൻ്റെ മോനും ഇതുപോലെ കിട്ടിക്കൊണ്ട് വരുമെന്ന്. ഈ പ്രൈസമോൻ അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഇങ്ങനെ മക്കളെ വഴക്കുണ്ടാക്കല്ലേ, ആരുമായിട്ടും അടി കൂടല്ലേ എന്നൊക്കെ പറയുന്നത് ഇതുങ്ങൾ അതുപോലെ കേൾക്കും. പക്ഷെ അവള് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പേരൻസ് ഉണ്ട്. അതുപോലെ അതാ പിള്ളേർ മറ്റുള്ള പിള്ളേരെ അടിക്കുന്നത്. അതാ കാര്യങ്ങൾ. ഇന്നെൻ്റെ ബെടുബെട് ഒത്തിരി ആയിപ്പോൾ. എന്തായാലും ഈ ബെടുബെട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആലീസ് പറയാം ഈ ബെടുബെടെന്ന് പറയുന്ന ഒരു വേടുണ്ടോന്ന്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയാമോ ബെടുബെടെന്ന്? നമ്മളിങ്ങനെ എന്തോലൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പം പിള്ളേരൊക്കെ തന്നെ നമ്മൾ എന്തുവാണ് നീ ബെടുബെട് പറയുന്നതെന്ന് ചോദിക്കത്തില്ലേ. ബെടുബെടെന്ന് അങ്ങനെ പറയും. നിങ്ങളൊക്കെ ഇങ്ങനെ പറയാമോ? ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. ആലീസ് ഇങ്ങനെ ഒരു വേടുണ്ടോന്ന്. ये किधर से आ रहा है? यहाँ से आ दूँ? एक करके रोड छोड़ उड़ा लीजिए. ജാരി ക്ലീൻ ചെയ്തിട്ട് കട്ട ഇട്ടാ പോരായിരുന്നോ? वो सब
चिंटू किधर से डालूं? അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് ഹോളിയുടെ അന്നുള്ളയാ. ഞാൻ ഈ ഞാൻ പറഞ്ഞില്ല വീഡിയോകൾ കട്ട് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുന്ന വീഡിയോകൾ ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കുന്നു. അന്ന് രാവിലെ ഇവിടെ അന്ന് റേച്ചാനെല്ലാം അവധിയായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഈ കർട്ടനുകളെല്ലാം മാറ്റണമായിരുന്നു. പോൾമോനൊക്കെ ഉണ്ടെങ്കിലെല്ലാം മുകളിൽ കയറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനും കൂടി. അപ്പം പ്രീസമോനാണെങ്കിൽ അങ്ങ് ഊത്തയിട്ട് കളിക്കുന്നു. പ്രീസമോൻ പറ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ ഇതൊന്നും ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. ഞാൻ പിന്നെ എല്ലാവർക്കും മാസ്ക് കൊടുത്ത് പൊടിയൊന്നും അടിച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അപ്പം ഇല്ല ജയേച്ചിയുടെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞതുപോലെ റേച്ചാൻ ഡൈ ചെയ്യുന്ന ഇഷ്ടമാണ്. റേച്ചാൻ ഇവിടൊക്കെയുള്ള പിള്ളേർ കൊച്ചിലേ പ്രായം നമ്മൾ കേരളീയരുടെ അത്രയും മുടി പെട്ടെന്ന് കേരളീയരുടെ എന്നല്ല കേരളത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാരുടെ മുടി എത്രയും പെട്ടെന്ന് ഇത് നരയ്ക്കത്തില്ല. ഇവിടെ എന്ന് പറയുന്നത് ഇനി ക്ലോറിൻ വെള്ളമൊക്കെ ചേർക്കുന്നതുകൊണ്ടായിരിക്കും. റേച്ചാനിപ്പം 48 വയസ്സ്. അപ്പോൾ പ്രൈസമോൻ ഇടയ്ക്കിടയ്ക്ക് പറയും പപ്പ ഡൈ ചെയ്യുവപ്പാ, പപ്പ ഡൈ ചെയ്യുവപ്പാ. റേച്ചാൻ ബൈ ചാൻസ് ചിലപ്പം ഓപ്പൺ ഹൗസിനോ എല്ലാം പോവുകയാണെങ്കിൽ പിന്നെ ചില സമയത്ത് ഡൈ ചെയ്യും. ഞാൻ പറയും റേച്ചാ അത് ഡൈ ചെയ്യും. കല്യാണ സമയത്ത് ഡൈ ചെയ്തു, അല്ലാതെ അങ്ങനെ ഡൈ ചെയ്യുന്നതിനോടൊന്നും അങ്ങനെ താല്പര്യമില്ല. ഇല്ല ജയേച്ചി ഇന്നലെ പറഞ്ഞാൽ ഞാൻ അതാ ഓർത്തത്. ഇന്നിപ്പം അതാ റേച്ചാൻ്റെ തല ഇങ്ങനെ കണ്ടാണ് ഞാൻ അതാ പറയാൻ കാര്യം. അവൻ കർട്ടനും എല്ലാം മാറ്റി. പിന്നെ പോൾമോനുള്ളത് കൊണ്ട് പിന്നെ എ സിയുടെ ഞാൻ പറഞ്ഞ ഹവായേ കാറ്റേ വരുന്നില്ലായിരുന്നു. ഇവിടെ ഭയങ്കര പൊടി. അതിൻ്റെ അകത്തെ ആ നെറ്റ് എടുത്തോണ്ടതിൻ്റെ കർത്താവേ എന്തോ പൊടിയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതുമാണ്. ഭയങ്കര പൊടിയാന്നുള്ളത്. അപ്പം ഈ പ്രൈസമോനാ ഇതിലങ്ങ് കൂടുതലായിട്ടങ്ങ് വലിയ ആളായിട്ട് അവനങ്ങ് എല്ലാം ചെയ്തതുപോലെ എന്നിട്ട് വന്ന് ഇല്ല വിയർപ്പ് തുടയ്ക്കുന്ന പോലൊക്കെ തുടച്ചിട്ട് എന്ത് ജോലി ചെയ്ത് നമ്മളെന്തെങ്കിലും പറഞ്ഞ് അവനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. അതാ അവൻ്റെ കാര്യം. ഞാൻ അപ്പോഴത്തേനും പിന്നെ അടുക്കള തോരനൊക്കെ വെച്ച് ബീൻസ് തോരനൊക്കെ ഉണ്ടായിരുന്നു. ബീൻസ് തോരൻ വെക്കണമായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ ഇന്നലെ ഷീറ്റുകളെല്ലാം മാറ്റിയായിരുന്നു. ഇന്ന് പിന്നെ ഷീറ്റുകളെല്ലാം വിരിക്കണം. ഞാൻ പിന്നെ ഇന്ന് ഇവിടെ ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തലയിലൊക്കെ ഇച്ചിരി എണ്ണ തേച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിരിക്കും. കാരണം അടുക്കളയിൽ നിന്നാൽ ഞാൻ കുളിച്ചെന്ന് പറഞ്ഞാൽ ഡ്രസ്സെല്ലാം എൻ്റെ വെള്ളവും പിന്നെ രാവിലെ കുളിച്ചിട്ടും പ്രയോജനമില്ല. ഡ്രസ്സാണെങ്കിലും ഉച്ചയ്ക്ക് വേറെ മാറണം നമുക്ക്. അതനുസരിച്ചുള്ള ചൂടാണ്. അപ്പോൾ ഇന്നലെ ഇവന്മാർക്ക് രാത്രി നൂഡിൽസ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ കഴിക്കാറില്ല. അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കി 2 പേർ കൂടെ കൊടുത്തു. അപ്പോൾ അവർക്കെല്ലാം 1 മണി. അപ്പോൾ ഇവരിങ്ങനെ ഈ പരിപാടിയിലായതുകൊണ്ട് പിന്നെ തുണികളെല്ലാം ഞാനങ്ങ് വിരിച്ച് പിന്നെ അവർക്ക് 1 മണിയായപ്പോഴത്തേന് പലർക്കും പലത് കൊടുത്തു. ഇവന്മാർക്ക് നൂഡിൽസ് കൊടുത്ത്. റേച്ചാന് ഇത്തിരി എന്തായിരുന്നു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു, അത് കൊടുത്ത്. ഡാഡിക്ക് ചപ്പാത്തിയും കൊടുത്തു. പിന്നെ ഞാൻ തോരൻ വെച്ചതിന് ശേഷം പിന്നെ ഒരു രസം വെക്കാമെന്ന് വെച്ച്. രസം വെക്കുന്നതെന്ന് ടൊമാറ്റോയൊക്കെ ചേർത്ത് ഒരു രസമാണ്. അപ്പം ഞാൻ ഇന്ന് സാധാരണ ഞാൻ പുളിവെള്ളം പിഴിഞ്ഞ് പുളിവെള്ളവും കുരുമുളക് പൊടിയും കൂടെ ഉപ്പും ഇട്ട് തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കടു വറുത്തല്ലേ ഇടുന്നത്. അപ്പോൾ ഇന്ന് ചെയ്തത് ഡയറക്റ്റ് ഈ പാത്രത്തിൽ ഓയിലൊഴിച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ചതച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ സവാള, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പുളിവെള്ളം ഞാനവിടെ പുളി ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് കുതുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം പെട്ടെന്ന് അത് മെൽറ്റായിട്ട് നമുക്ക് കിട്ടുമല്ലേ. രസം ഇവിടെ പ്രൈസമോന് ഭയങ്കര ഇഷ്ടമാണ്. പോൾമോന് രസം കൊടുത്താലും പറയും അവന് ഇഷ്ടമാണ്, പക്ഷേ അവനെന്നാലും മോരുകറി വേണം. അപ്പം ഞാനൊരു 2-3 ടൊമാറ്റോ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ അകത്തിട്ട് ഇത്തിരി ഉപ്പിട്ടൊന്ന് വഴട്ടിയെടുക്കട്ടെ. അപ്പം പുളി അതനുസരിച്ച് ഞാൻ ഇച്ചിരി കുറച്ചാണ് എടുത്തേക്കുന്നത്. കാരണം ഈ ടൊമാറ്റോയ്ക്ക് അധികം പുളിയില്ല. കാണാൻ ചന്തം ഉണ്ടെന്നും പറഞ്ഞ് പുളി അധികം ഇല്ലാത്തതാണ്. അതിൻ്റെ തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയാണ്. റീസമോൻ എന്തിനാണ് പപ്പാടെ കൂടെ സോപ്പിട്ട് നിൽക്കുന്നത്? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവന് മൊബൈൽ വേണം ഗെയിം കളിക്കാൻ. അതിനാ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഒരു അവിയലൂടെ വെച്ചാൽ എന്താണെന്ന് പറഞ്ഞ് പോയി. ഞാൻ ഇങ്ങനെ ഇതുപോലുള്ളൊരു കട്ടി കവർ നമുക്ക് കടയിൽ നിന്ന് ഞങ്ങൾക്ക് അരി വാങ്ങിക്കുമ്പം അതിൻ്റെ അരി ഇതിൻ്റെ അകത്താണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇന്നിപ്പം 8 ദിവസം കഴിഞ്ഞു. ഇപ്പം ചെറുതായിട്ടൊന്ന് അതിൻ്റെ സ്കിന്ന് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇത് 2 കായോട് എടുത്തതാണ് അവിയലിന്. പക്ഷേ അവിയലൊന്നും ഇന്ന് വെച്ചില്ല. എടുത്ത് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ചൂട് കാരണം ഞാൻ പിന്നെ കുളിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ
ഒന്ന് അടച്ചിട്ടിട്ട് വേറെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേനും ഇടയ്ക്കിളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ടൊമാറ്റോയൊക്കെ അങ്ങ് സോഫ്റ്റായി. അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കട്ടെ, മസാലകളെല്ലാം കൂടെ. അപ്പോൾ ഇതിലേക്ക് തന്നെ ഇപ്പം ഞാൻ കുരുമുളക് പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത്, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പുളിവെള്ളം അവിടെ വെച്ചിട്ടുണ്ടെന്ന്, ഇതൊന്ന് പൊടികളെല്ലാം മൂക്കുന്നുണ്ട്. പിന്നെ ആ പുളി പിഴിഞ്ഞ് വെച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോറിൻ്റെ അകത്ത് ഇങ്ങനെ രസം ഒഴിച്ച് കഴിക്കാറില്ല. ഞാൻ ചോറ് കഴിക്കുമ്പം കുറച്ച് ഗ്ലാസ്സിലോ പാത്രത്തിലോ കൊണ്ടുപോയിട്ട് ചോറ് വായിട്ടിട്ട് ഇച്ചിരി രസം കുടിക്കും. അല്ലാതെ എനിക്ക് കുടിക്കാനാണ് ഇഷ്ടം, അല്ലാതെ ചോറിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടമല്ല. കൊച്ചവന് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ അകത്ത്. അവർക്കൊക്കെ ഞാൻ പറഞ്ഞ ചോറ് കൊടുത്ത് പിന്നെ എൻ്റെ പരിപാടികളും കുളിയെല്ലാം കഴിഞ്ഞ് മണി 3 കഴിഞ്ഞ് എൻ്റെ ജോലികൾ കഴിഞ്ഞപ്പം അപ്പോഴാണ് ഇവർ ഇങ്ങനെ പറഞ്ഞത്, ഇവൻ എന്നോട് വീഡിയോ ഒക്കെ എല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ പറ്റിച്ച്. അന്നേരം മറന്നുപോയി, എടുത്തില്ല. റീച്ചാനും ഇവൻ ചെയ്യുമെന്നും പറഞ്ഞിട്ട് കട്ടിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീസം മോനെ മറാഠി പഠിപ്പിക്കാൻ പോയി. അപ്പോൾ അത്ര എങ്ങാണ്ട് ഞാൻ കൊച്ചിനോട് ചോദിച്ച് അവിടെ വീഡിയോ എടുത്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചൻ പൊടിക്കൊച്ച് പറഞ്ഞു ഇല്ല മമ്മീന്ന്. ഞാൻ പറഞ്ഞു എടാ ഇനിയുള്ളതേലും ഒന്ന് പോയി ഇടാൻ. ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, ടിഷ്യൂ പേപ്പർ ഇടണമെന്നും ഒന്നും. പക്ഷേ കാന്താ ബജിയ ഇവിടെ ഉള്ളിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ സവാള ഇല്ല. എന്നാൽ റീച്ചാൻ പറഞ്ഞു എന്താണെന്ന് നമ്മൾ ചില സമയത്ത് ഒന്നും ഓർക്കത്തില്ലല്ലേ. ഇന്ന് ഹോളി ആയതുകൊണ്ട് കടകളൊന്നും തുറക്കത്തില്ല. ഇന്നലെ മീൻകാരി അവർ പറഞ്ഞായിരുന്നു നാളെ ഒന്നും കാണത്തില്ല, ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ അന്നേരം റീച്ചാൻ പറഞ്ഞു റീച്ചാൽ സവാളയില്ല, ഒരു 3-4 സവാള കിടപ്പുണ്ട്. എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്ക് എല്ലാം കഴിഞ്ഞില്ലേ, എനിക്ക് വേണമെങ്കിൽ അതുകൊണ്ട് നാളെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ കാന്താ ബജി ഉണ്ടാക്കാനായിട്ട് കാന്തയില്ല. അപ്പോൾ റീച്ചാൻ പറഞ്ഞു സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കാമെന്ന്. എന്തുവാന്നേലും പോളിനിങ്ങനെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മമ്മിയല്ലേ, പൊന്നു മമ്മിയല്ലേ, ചക്കര മമ്മിയല്ലേ, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞൊക്കെയാണ് പോയത്. എൻ്റെ തുടങ്ങി മമ്മി കിടന്നോ, ഒന്നും ചെയ്യാൻ വരണ്ടെന്ന്. എന്നിട്ട് ഇവിടെ കിടന്നാലും എനിക്ക് സമാധാനമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയുടനെ ഇത് ഇവൻ തന്നെ കട്ട് ചെയ്തതും എല്ലാം. അപ്പോൾ ഇച്ചിരി എടുത്തു. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഇവൻ ഇതൊക്കെ ചെയ്ത് പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എല്ലാവർക്കും ഇച്ചിരി ഓരോന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് കാന്താ ബജി അടിപൊളി ടേസ്റ്റാണ്. ഇത്രയും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, വീഡിയോയിൽ ഇത്തിരി ഇതായിട്ട് ഡാർക്കായിട്ട് കാണുക. അപ്പം പിന്നെ പൊട്ടറ്റോ ഒരിച്ചിരി കട്ടിയായിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ കിടക്കുമായതുകൊണ്ട് ഒരു സ്ലൈസർ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇവരെടുത്തില്ല, എന്നോട് എവിടാന്ന് ചോദിക്കാൻ വന്നില്ല. അപ്പം ഞാനതിപ്പം അപ്പോൾ അവൻ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ബാക്കി എണ്ണയുണ്ടല്ലോ. അപ്പം ഞാൻ ചിന്തിച്ച് വീട്ടിലെല്ലാവരും ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അപ്പോൾ കാന്താ ബജി ഞാൻ പറഞ്ഞില്ല ഇല്ലായിരുന്നു ഉള്ളിയെന്ന്, എല്ലാവർക്കും ഓരോന്നും 2 കൊണ്ടല്ലോ ഉള്ളായിരുന്നു. അപ്പം ഏത്തക്ക വാങ്ങിച്ചില്ല. ഞാൻ കറക്റ്റ് 1 കിലോ ഏത്തക്ക ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ അങ്ങനെ വീട്ടിൽ കായൊന്നും വറുത്തിട്ടില്ല. ഞാനൊന്ന് പൊളിച്ചെടുത്തിട്ട് 1 കിലോ ഏത്തക്ക ഞാൻ കറക്റ്റ് എടുത്ത് വറുത്ത് കിട്ടിയെണ്ണ എത്രയാണോ 300 ഗ്രാം കിട്ടി. അത് വെറും നഷ്ടമായിപ്പോയി. കാരണം നമുക്ക് ഇത്രയും മെനക്കേടും എല്ലാം ചെയ്തിട്ട് അത്രേ കിട്ടിയുള്ളൂ എന്ന് എനിക്കങ്ങ് അതിശയമായിപ്പോയി. അപ്പം ഞാൻ അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട്, സാധാരണ എല്ലാവരും മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇടും, ഞാൻ അതിലൊന്നും ഇടാൻ പോയില്ല. പക്ഷേ ഇതിലധികം കറയൊന്നുമില്ലായിരുന്നു. ചില നമ്മുടെ നല്ല കായാണെങ്കിൽ കൈയെല്ലാം നന്നായിട്ട് കറക്കും. ഇത്രയും പൊളിച്ചിട്ടൊന്നും എൻ്റെ കൈയൊന്നും അങ്ങനെ കറുത്തൊന്നുമില്ല. ഞാനിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഉരയ്ക്കുന്ന സ്ലൈസർ ഉണ്ടായിരുന്നെന്ന്, അത് ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടറ്റോയ്ക്ക് അവന് ഞാൻ മനഃപൂർവ്വം എൻ്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ കാര്യമായിപ്പോയി. കാരണം അതൊക്കെ ഇട്ട് ഈ കൊച്ചൻ ചെയ്യുകയാണെങ്കിലേ ഇല്ല സ്പീഡിൽ അവൻ ചെയ്തിട്ട് ലാസ്റ്റിലെങ്ങാണം വരുന്നുടനെ കൈ ചീന്തിപ്പോവും. നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുന്നത് പോലെ പിള്ളേർ ചെയ്യുമോ? അതുപോലൊരു റീച്ചാനും അതൊന്നും അത്ര നോക്കത്തില്ല. അപ്പം ഞാൻ രാവിലെ ഇട്ട ഡ്രസ്സല്ല ഇപ്പം നമ്മളിൽ കുളിച്ചിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറിയെന്ന്. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് ഇവരാരും അറിഞ്ഞില്ല. ലാസ്റ്റിലായണ എണ്ണ ഇങ്ങനെ നമ്മൾ അവസാനം ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ പുഴുവെന്നും പറഞ്ഞ് സൗണ്ട് വരത്തില്ല. അന്നേരം പോൾമോൻ അവിടെ ഇരിക്കുമായിരുന്നു. റീച്ചാൻ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. കൊച്ചത് പിന്നെ പപ്പായുടെ മൊബൈലെടുത്ത് ഗെയിം കളിക്കുമായിരുന്നു. നമ്മളിങ്ങനെ ചീകി ലാസ്റ്റ് വരുന്ന ഉടനെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം, കൈ ഇതാവും. അപ്പം സാധാരണ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഞാനൊരു വലിയ പാത്രം ഉണ്ടായിരുന്നല്ലേ, ഞാൻ അതിൻ്റെ ഈ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിലോട്ട് ഇട്ടാൽ ഇങ്ങനെ ചീകി എടുത്തത്. സാധാരണ ചിലർ എണ്ണയ്ക്കകത്തോട്ട് ഡയറക്റ്റ് ചീകി ഇടും. എനിക്ക് അത്ര വലിയ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ ചീകി ഇട്ടു. അപ്പോൾ എല്ലാം ഞാനിപ്പം ഇങ്ങനെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓയിൽ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിൽ വറക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കിയുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇട്ട വഴിക്ക് എൻ്റെ കയ്യും ഇന്നൊന്ന് പൊള്ളി
ഇല്ല എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴേ ഓരോന്നോരോന്നില്ല വാരി ഇട്ടാൽ അത് ചിലപ്പം അതിനെ ഇത് കട്ട കെട്ടി എന്നും പറഞ്ഞ് ഞാൻ ഓരോന്നോരോന്ന് ഇടാൻ പോയത്. അപ്പോൾ ഇച്ചിരി ഒന്ന് താണു പോയി കൈ. അപ്പം കയ്യിലൊന്ന് ഇത്തിരി എണ്ണ തെറിച്ച്. ഞാൻ പറഞ്ഞില്ല ഞാനങ്ങനെ ഇവിടെങ്ങും അങ്ങനെ വറക്കാറില്ലെന്ന്. അപ്പം ഇവിടെ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാ ചിപ്സ്. എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് വെളിച്ചെണ്ണ വറക്കുന്നത് ഇഷ്ടമാണ്. റീച്ചാൻ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് പണ്ട് ഇപ്പോഴല്ലേ റീച്ചാൻ ഈ ചപ്പാത്തി ആക്കിയത്. ചോറുണ്ണുന്ന സമയത്ത്, ചോറ് കഴിക്കുന്ന സമയത്ത് റീച്ചാൻ ചോറിൻ്റെ കൂടെ പപ്പടം ആണെങ്കിലും റീച്ചാൻ എണ്ണ വറുത്ത് പപ്പടം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ചുട്ട് തിന്നുന്നതായിരുന്നു. ഒരു മൂന്നാലൊന്നും അല്ല, പപ്പടം ഒരു 4-5 പപ്പടം ആ കഴിക്കുന്ന സമയത്ത്, ചോറ് കഴിക്കുന്ന സമയത്ത് ഇടും. പിന്നെ ഇതുപോലുള്ള ചിപ്സ്, മുറുക്ക് ഇതൊക്കെ റീച്ചാൻ്റെ ചോറിൻ്റെ സൈഡിൽ എപ്പോഴും കാണും. പിന്നെ ഇപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഓഫീസിൽ വെറുതെ ഇരുന്നുള്ള ജോലിയല്ലേ, അപ്പം കൊണ്ടുപോകും. പിന്നെ നമ്മളാണെങ്കിലും കുറച്ച് നേരം ഇരിക്കും, നമുക്ക് ഉച്ചയൊക്കെ കഴിയുമ്പോൾ ഒരു ഉറക്കവും ഇതൊക്കെ വരത്തില്ലേ. അപ്പം ഇങ്ങനെ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം ഞാനിതൊന്ന് മൂത്ത് വന്നുണ്ടേ ഇച്ചിരി മഞ്ഞളിൻ്റെ അകത്ത് ഉപ്പ് നീര് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ അകത്തിട്ട് ആ ഒഴിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടി. ഞാൻ തീയൊക്കെ അങ്ങ് കുറയ്ക്കും. കാരണം ഫൂന്നും പറഞ്ഞൊരു സൗണ്ടും ഇങ്ങനെ പൊങ്ങി ഇച്ചിരി വരുമല്ലേ, അതുപോലെ. അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ ഇത് ഞാനിങ്ങനെ ഇത് മൂത്തോ നോക്കുമ്പോൾ ഞാനൊരു 4-5 എണ്ണം എടുത്ത് തിന്നാൻ ഞാൻ നോക്കുന്നത് മൂത്തോ ഇങ്ങനെ കിലുകില ആയോന്ന്. അപ്പം ഞാൻ വറുത്തതുപോലല്ല കാ വറക്കുന്നതെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചേരെ, ഇങ്ങനെ വറക്കുന്നതെന്നൊക്കെ കേട്ടോ. നമ്മൾ തെറ്റുകളിൽ നിന്നല്ലേ പഠിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. മറന്നുപോയാലും ഓടിപ്പോയി ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേരെ. എന്നിട്ട് കമൻറ്റും ഇടണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് കറുമുറ വന്നായിരുന്നു. ഇത്രയേ കിട്ടിയുള്ളൂ 1 കിലോയിൽ. അപ്പം വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.